മമ്മൂക്ക എന്ന മഹാനടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എനിക്കുള്ളത്. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ അച്ഛൻ സിനിമയിലായിരുന്ന കാലം തൊട്ടേ മമ്മൂക്ക എന്ന ആക്ടറിനെയും മമ്മൂക്ക എന്ന പേഴ്സണെയും എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. ഒരുപക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നത് മമ്മൂക്കേനെയാണ്. ഞാൻ ഊട്ടിയിൽ പഠിച്ചിരുന്നു 2-3 വർഷം. ഊട്ടിയിൽ പഠിച്ചിരുന്ന കാലഘട്ടത്ത് മമ്മൂക്ക ഇടയ്ക്ക് ഊട്ടിയിൽ ഷൂട്ടിങ്ങിന് 2-3 പ്രാവശ്യം വന്ന സമയത്തൊക്കെ അച്ഛൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഫ്ലാറ്റിൽ വരികയും നമ്മളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ഒത്തുകൂടുകയും അങ്ങനെയുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. അതുകൂടാതെ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് പറയാൻ പറ്റില്ല. ഒരുപാട് സന്ദർഭങ്ങളിൽ കുട്ടിക്കാലത്ത് മമ്മൂക്കയെ കണ്ടിട്ടുണ്ട്, ഫാമിലിയോടുകൂടി ഒത്തുകൂടിയിട്ടുണ്ട്. ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. പിന്നെ നടൻ മമ്മൂക്കയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം ഒരു മഹാനടൻ. ഒരുപക്ഷെ മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല, ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ആക്ടേഴ്സ് 1-2 ആക്ടേഴ്സിൽ ഒരാളായിരിക്കും മമ്മൂക്ക. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ ഞാൻ 2 സിനിമകളാണ് മമ്മൂക്കയുടെ കൂടെ ചെയ്തത്. പട്ടാളം, ലാൽ ജോസിൻ്റെ പട്ടാളം, പിന്നെ VM സംവിധാനം ചെയ്ത വേഷം. എപ്പോഴും ഒബ്സർവേഷനിലൂടെ ആണ് അഭിനയം നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. മറ്റൊരു ആക്ടർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അത് നമ്മൾ കണ്ടു പഠിച്ചാണ് പലപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ഒരു സ്കില്ലും നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ മമ്മൂക്കയെ പോലൊരു മഹാനടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി. ഒരുപാട് നല്ല ടിപ്സ് എനിക്ക് മമ്മൂക്ക പറഞ്ഞു തന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് മമ്മൂക്കയോട് ശരിക്കും ഒരു ആക്ടർ ബന്ധമല്ല, ഈ പറയാവുന്ന കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തൊട്ട് അറിയാവുന്നതുകൊണ്ട് ആ ഒരു റെസ്പെക്റ്റും ഒരു സീനിയോറിറ്റി ഉള്ളൊരു നടൻ. അപ്പോൾ കൂടെ നിന്ന് അഭിനയിക്കാനൊക്കെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുൾ ടൈം ആയിട്ട് ഈസായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ നമുക്കൊരു ഡയലോഗ് പറഞ്ഞ് നമ്മളൊരു ഡയലോഗ് പറയുകയാണെങ്കിൽ അതെങ്ങനെ പറയണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, അങ്ങനെയുള്ള പല ഈ പറഞ്ഞ പോലെ എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ പെർഫോം ചെയ്യണം എന്നൊക്കെയുള്ള ഒരുപാട് ടിപ്സ് മമ്മൂട്ടി എന്ന നടൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്.